അങ്ങനെ ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷ ഒഫീഷ്യലി സ്റ്റാർട്ടായിരിക്കുകയാണ്. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന, ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി, അല്ലാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പോലും ഇല്ല. അപ്പോൾ അഗ്നിപരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഞാൻ രണ്ട് കാര്യം പറയാം. ഓക്കെ, റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. പേഴ്സണലി എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന മൂന്നാൾക്കാർ, മാരാരുണ്ട്, രഞ്ജിനിയുണ്ട്, റിയാസ് ഉണ്ട്. അവർ മൂന്ന് പേരും ബിഗ് ബോസിൽ, പ്രത്യേകിച്ച് മാരാർ ആയിക്കോട്ടെ റിയാസ് ആയിക്കോട്ടെ, അവർ നന്നായിട്ട് ബിഗ് ബോസിൽ പെർഫോം ചെയ്ത ആൾക്കാരാണ്. രഞ്ജിനി ബിഗ് ബോസിൽ അല്ലെങ്കിൽ കൂടിയും മറ്റ് മേഖലയിലൊക്കെ തന്നെ രഞ്ജിനിയുടെ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. മൂന്ന് പേരും നല്ല കഴിവുള്ള ആൾക്കാരാണ്, അതിനകത്ത് ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അവരെ ജഡ്ജസ് ആയിട്ട് വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ബിഗ് ബോസിനകത്ത് വന്നിട്ട് ജഡ്ജസ് ആയിട്ടിരിക്കുമ്പോൾ, ഇപ്പോൾ മത്സരാർത്ഥികളായിട്ടിരിക്കുമ്പോൾ ഓക്കെ, പക്ഷേ ജഡ്ജസ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും പൊളിറ്റിക്സ് വന്ന് വിളമ്പുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ട് നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അത് ജഡ്ജസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ബോധമില്ല എന്നുണ്ടെങ്കിൽ, മേക്കേഴ്സിന് ബോധമുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ബിഗ് ബോസിനകത്ത് നമ്മൾ മതപരമായിട്ടുള്ള കാര്യങ്ങളും പൊളിറ്റിക്സും സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി ഞാൻ അതിൽ പങ്കെടുത്ത ആളായതുകൊണ്ട് നമ്മൾ ഓൾറെഡി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങൾ എയർ ചെയ്യത്തില്ലെന്നും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം ഈ മൂന്ന് ടീമായിട്ട് ഇരിക്കുന്ന സമയത്ത് മാരാര് പറയും, സീസൺ 4 റിയാസ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് റിയാസിനെ അവിടെ ഇരുത്തിക്കളയും, സംസാരിച്ചിരുത്തിക്കളയും, അങ്ങനെ എന്തൊരു വേർഡാണ് യൂസ് ചെയ്തത്, എക്സാക്ട് വേർഡ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ റിയാസിനെ അവിടെ ഇരുത്തിക്കളയും എന്ന് തോന്നുന്ന ഒരാൾ എൻ്റെ ടീമിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. ഒരു പയ്യൻ മാരാരുടെ ടീമിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് കൗണ്ടറായിട്ട് റിയാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, മാരാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആൾക്കാർ എൻ്റെ ടീമിലേക്ക് വരിക. ഇവിടെ റിയാസിൻ്റെ പൊളിറ്റിക്സ് അല്ല മാരാരുടെ പൊളിറ്റിക്സ് രണ്ടും രണ്ടായിരിക്കും. ആ സമയത്ത് രഞ്ജിനി അവിടുന്ന് കൈയടിക്കുന്നുമുണ്ട്. എപ്പിസോഡ് തീരാറായപ്പോഴത്തേക്കും എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും, ടാസ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മാരാര് പറയുന്നുണ്ട് നന്നായിട്ട് ടാസ്ക് ജയിക്കണമെന്നൊന്നുമില്ല, കാരണം രഞ്ജിനി ഒരു ടാസ്കും ജയിക്കാത്ത ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, രഞ്ജിനി പെർഫോം ചെയ്തിട്ടില്ല ബിഗ് ബോസിനകത്ത് വലുതായിട്ടൊന്നും തന്നെ. അപ്പോൾ രഞ്ജിനി തിരിച്ചു പറയുന്നത് തോറ്റ MLA അല്ലെങ്കിൽ ടാസ്ക് ജയിക്കുന്നതല്ല, ടാസ്ക് ജയിക്കുന്ന ആൾ തോറ്റ MLA എന്ന് പറഞ്ഞ് തിരിച്ച് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ, നമ്മൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ എന്ന് പറയുന്നത് അവർക്ക് പല പൊളിറ്റിക്സ് ഉണ്ടാവും. അതിൽ BJP-ക്കാരും UDF-കാരും LDF-കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ട് തിരിച്ചു വെച്ചിട്ടല്ലല്ലോ ഈ ബിഗ് ബോസ് ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ റിയാസിൻ്റെ കാര്യം നമുക്ക് എടുക്കാം. റിയാസ് പറയുകയാണ് മാരാരുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആൾക്കാർ എൻ്റെ ടീമിലേക്ക് വരിക. തിരിച്ച് മാരാന്ന് പറയുകയാണ് LGBTQ കമ്മ്യൂണിറ്റി അതിന് ഇഷ്ടമല്ലാത്ത ഒരാൾ എൻ്റെ ടീമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ റിയാസിന് ഇഷ്ടപ്പെടുവോ? അല്ലെങ്കിൽ രഞ്ജിനി അവിടെ നിൽക്കുകയാണ്, ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്ന CJPയെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള PSC കുട്ടികളെ തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ, രഞ്ജിനിയെ പോലുള്ള ആൾക്കാർ എൻ്റെ ടീമിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? അപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് വന്ന് വിളമ്പേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ജഡ്ജസ് ആയിട്ടിരിക്കുമ്പോൾ വിളമ്പേണ്ട ആവശ്യമില്ല. കാരണം ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് പല പൊളിറ്റിക്കൽ വ്യൂസ് ആയിരിക്കും. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ശരിയാണെന്നാണോ? അപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഈ ബിഗ് ബോസിനകത്ത് ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രാഷ്ട്രീയപരമായിട്ട് തന്തക്കുവിളിയും തള്ളക്കുവിളിയും പുറത്ത് നടത്തും. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട്? അപ്പോൾ മേക്കേഴ്സിന് ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടി അതിനകത്ത് അനാവശ്യമായിട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ. ഹെൽത്തി ആണെങ്കിൽ ഓക്കെ, ഇവർ ഹെൽത്തി ആയിട്ടുള്ള സംസാരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഈഗോസും പരിപാടീസും ഉള്ളതാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പൊളിറ്റിക്സ് അതിനകത്ത് വിളമ്പേണ്ട ആവശ്യമില്ല. ഇതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയണമെന്ന് തോന്നിയ കാര്യം റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുന്നേ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അഗ്നിപരീക്ഷയുടെ ഷൂട്ട് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു 4-5 ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ച ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ചേട്ടാ ഞങ്ങളുടെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള, പുറത്തുനിന്നൊക്കെ വന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, സാമ്പത്തികമുള്ള, ഇവിടെ ഉള്ളത് തന്നെ സാമ്പത്തികമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പല ആൾക്കാരും PR കൊടുത്തിട്ടുണ്ട്, അഗ്നിപരീക്ഷയ്ക്ക് തന്നെ PR കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ PR കൊടുക്കണ്ടേ? അഗ്നിപരീക്ഷയ്ക്ക് ഇനി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും PR ബിഗ് ബോസിലേക്ക് പോകുമ്പോഴാണെങ്കിലും PR കൊടുക്കണ്ടേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഷോയിൽ ഇനി ഈ ബിഗ് ബോസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും PR-ൻ്റെ അയ്യരുകളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ PR ഉള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ PR ഉള്ള ആളാണ് അനുവിൻ്റെ PR-നെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചുള്ള കാര്യമാണ്. അനു മാത്രമല്ല കേട്ടോ, ആ ഷോയിൽ പങ്കെടുത്തിട്ട് മിക്ക ആൾക്കാർക്കും PR ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ള സീസണിലൊക്കെ ഈ PR ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ PR-നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ രണ്ട് കാര്യം എനിക്ക് ഏറ്റവും ആദ്യം പറയണമെന്ന് തോന്നി. ഇനി അഗ്നിപരീക്ഷ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഇതിനകത്ത് കൊടുക്കുന്ന ടാസ്കുകൾ, ഗെയിമുകൾ, അത് കുറച്ചുകൂടെ ഒരു രസകരമാണെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു രസം തോന്നും കാണാനായിട്ട്. കാരണം ഇതിപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത്, പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഈ വായനശാലയിലേക്ക് ഓണപരിപാടി വെക്കുമ്പോഴത്തേക്ക് അവിടെ കൊടുക്കുന്ന കുറച്ച് ടാസ്കുകളുണ്ടല്ലോ, ആ ടാസ്ക് പോലെയാണ് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്തത്. നമ്മൾ ബിഗ് ബോസ് കാണുന്ന സമയത്ത് ബിഗ് ബോസിൽ ഈ ടാസ്ക് മാത്രമല്ല,
അതിനിടയിൽ ഒരുപാട് മറ്റു കാര്യങ്ങൾക്കിടയിൽ ടാസ്ക് ആണ് വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ടാസ്ക് നമ്മളത് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് എൻജോയ് ചെയ്തു പോകും. പക്ഷെ അഗ്നിപരീക്ഷയിൽ ടാസ്ക് ആണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ടാസ്ക് കുറച്ചുകൂടെ ബെറ്റർ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഓണപരിപാടിയൊക്കെ അല്ല, അപ്പോൾ ഈ സ്പൂൺ നരങ്ങ, കസേര കളി, കുളങ്കര ഇങ്ങനെയുള്ള പരിപാടി കാണുമ്പോഴത്തേക്കും കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തരടെ ഇത് നമുക്കൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ടാസ്കിൽ 3 ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചെറിയ ടാസ്കിൽ നിന്ന് തുടങ്ങിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ടാസ്ക് ബെറ്റർ ആയി കഴിഞ്ഞാൽ കൊള്ളാം. ഇനി ഓക്കെ, ഇനിയിപ്പോൾ 40 പേര് വന്നു, അതിൽ നിന്ന് 20 പേര് സെലക്ട് ആയി. മണിച്ചിത്രത്താഴെന്ന് പറയുന്ന ഒരു ടാസ്ക്. പിന്നെ എനിക്ക് എല്ലാവരുടെയും പേരൊന്നും ഓർമ്മയില്ല. ഈ ഇന്ന് 40 പേരിനകത്ത് കുറേ ആൾക്കാരുടെ പേര് 20ഓളം ആൾക്കാരുടെ പേര് അവിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ചില ആൾക്കാരുടെ പേര് ഞാൻ പറയും, ചില ആൾക്കാരുടെ പേര് ഞാൻ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരിഷ്ടം ഇവരിഷ്ടം അങ്ങനെയൊന്നും അല്ല കേട്ടോ. പേര് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പേരൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ 40 പേരിൽ നിന്ന് 20 പേര് മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ ടാസ്കിലൂടെ ഇന്നായി. ബാക്കി 20 പേർക്ക് അവസരം ഉണ്ട് എന്നുള്ളത് റിയാസ് ഓൾറെഡി പറയുന്നുണ്ട്, ജഡ്ജസ് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 40 പേരിൽ നിന്ന് 20 പേര് സെലക്ട് ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കാര്യം, അതിനകത്ത് പൂജ എന്ന് പറയുന്നൊരു പെൺകുട്ടി, കാരണം അവൾ സെപ്പറേറ്റ് സംസാരിച്ചുകൊണ്ടാണ് ആ പേര് ഞാൻ ഓർക്കുന്നത്. പുള്ളിക്കാരത്തി കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടിയത് പുള്ളിക്കാരത്തി അത് യൂസ് ചെയ്യും. അതായത് പുള്ളിക്കാരത്തി അത്യാവശ്യം ഒന്ന് സംസാരിക്കാനും മിടിക്കുകയാണ്, അല്ലെങ്കിൽ ടാസ്കിലൊക്കെ കുറച്ചൊരു ഫയറുള്ളൊരു പെൺകുട്ടിയാണെന്നുള്ളത് അവളുടെ ആ ഒരു പെർഫോമിങ് തന്നെ അവർക്കൊരു ക്ലൂ കിട്ടി. അപ്പം കീ അവൾക്ക് ജാം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കീ കിട്ടാതെ പോയത്, അല്ലെങ്കിൽ ഓപ്പൺ ആകാതെ പോയത്. അപ്പോൾ അവൾക്ക് ആ കിട്ടിയ സ്പേസ് പുള്ളിക്കാരത്തി അത് നാച്ചുറലി പുള്ളിക്കാരത്തി യൂസ് ചെയ്തതാണ്. അതായത് പ്രിപ്പേർഡ് ആയിട്ട് യൂസ് ചെയ്താണെന്ന് വിശ്വസിക്കുന്നില്ല, കാരണം പുള്ളിക്കാരി അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കൊന്ന് ഇപ്പം ഞാൻ പൂജ എന്ന് പറയുന്ന പേര് ഞാൻ ഓർത്തിട്ടുണ്ടെങ്കിൽ അത് പുള്ളിക്കാരി ഇന്ന് പെർഫോം ചെയ്ത ഒരു കാര്യം കൊണ്ടാണ്. അത് പുള്ളിക്കാരത്തി കുറച്ച് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. പുള്ളിക്കാരത്തി നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പൂജ ഇതാണ് എന്നുള്ളത് നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ബാക്കി 20 പേർക്ക് ഇനി അവസരം എന്തായാലും ഉണ്ടാവും, പെട്ടെന്ന് എല്ലാവരും പിടിച്ച് പുറത്താക്കത്തൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു ഇൻഫിനിറ്റ് പവർ വരുന്ന ഒരു പെൻഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 പേർക്ക് ഇന്ന് പെൻഡന്റ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ആണ് ഈ പെൻഡന്റ് കിട്ടുക. അത് ഓൾറെഡി അറിയാമല്ലോ. പിന്നെ ഈ 20 പേര് വന്നിട്ട് 3 ജഡ്ജസിൻ്റെ 3 ടീമായിട്ട് തിരിച്ചു. ആ 3 ടീമായിട്ട് തിരിച്ച സമയത്താണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പൊളിറ്റിക്കൽ പരിപാടീസൊക്കെ അവരെ സംസാരിക്കുന്നതിന് നമ്മൾ എന്തായാലും അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കണ്ടത് ആ ടാസ്ക് ഒരു പിരമിഡ് ടാസ്ക് പോലത്തെ ഒരു പരിപാടി അവർ ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രണവ് എന്ന് പറയുന്നൊരു പയ്യനാണെന്ന് തോന്നുന്നു ഈ പെൻഡൻറ്റ് കിട്ടിയത്. അപ്പോൾ റിയാസിൻ്റെ ടീമാണ്. അത് നമ്മൾ ഇതിനുമ്പ് കണ്ടിട്ടുള്ള ഒരു ടാസ്ക്കാണ്. സ്വയം കുഴപ്പമില്ല, നമുക്കൊരു തുടക്കത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ്. പക്ഷെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ടാസ്ക് നടക്കുന്ന സമയത്ത് ഞാനതിങ്ങനെ ഓടിച്ചു വിട്ടാണ് കണ്ടത്. കാരണം നമ്മൾ ഓൾറെഡി കുറേ കണ്ടിട്ടുള്ള സാധനമാണ്. ഈ കണ്ടിട്ടുള്ള ടാസ്ക് തന്നെ പിന്നെയും കാണുമ്പോഴത്തേക്കും നമുക്കൊരു രസം തോന്നണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ഇവരായിട്ടൊക്കെ അത്ര അടുപ്പം ഉണ്ടാവണം, നമുക്ക് ഇവരായിട്ടൊക്കെ ഒരു ഇഷ്ടം തോന്നണം. കാരണം അവിടെ വളരെ കുറച്ച് എപ്പിസോഡേ ഉള്ളൂ. ഈ കുറച്ച് എപ്പിസോഡിൽ വെച്ചിട്ട് ഈ ടാസ്ക് ഇങ്ങനത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓണപരിപാടിയുടെ വായനശാലയുടെ ടാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാടൊന്നും എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിവേ എന്തായാലും ആ 7 പേരിൽ നിന്ന് 3 പേരാണ് വിൻ ചെയ്തത്. അതിൽ നിന്ന് പ്രണവ് എന്ന് പറയുന്നൊരു പയ്യനാണ് ഈ പറയപ്പെടുന്ന പെൻഡന്റ് കിട്ടിയത്. ബാക്കിയുള്ള ആൾക്കാരിൽ ബാക്കി 4 പേര് ഔട്ട് ഹൗസിലേക്ക് പോവുകയുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടാസ്കിലെ പെർഫോമൻസ് മോശമാകുമ്പോഴത്തേക്കും അവരെ സെപ്പറേറ്റ് പിടിച്ചിരുത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഔട്ട് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കും. 3 ടീമിൽ നിന്നും ഔട്ട് ഹൗസിലേക്ക് പോയ ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത്തെ ടീം വന്ന സമയത്ത്, രഞ്ജിനിയുടെ ടീം വന്ന സമയത്ത് ഈ ചില ആൾക്കാർ ഈ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ഈ സുഖിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. ഈ അഖിൽമാരാർ പണ്ട് ശോഭയായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമുണ്ടായൊരു വേർഡാണ് ഈ സുഖിപ്പിക്കൽ എന്ന് പറയുന്നത്. അതിന് നോർമലൈസിങ്ങൾ കണ്ടാൽ മതി, അല്ലാണ്ട് ഈ സുഖിപ്പിക്കൽ എന്ന് പറയുന്നതിന് ഇനി വേറെ മീനിങ് കണ്ടെത്തി ഇനിയിപ്പോൾ ഡയലോഗ് അടിക്കാൻ വരരുത്. ഈ സൂചിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര് വർഷ അന്യ എന്നാണെന്ന് തോന്നുന്നു, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷ എന്നെ എടുത്ത് രഞ്ജിനി ചോദിക്കുന്നുണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ബിഗ് ബോസിൻ്റെ മത്സരാർത്ഥി ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്ന പേര് അത് രഞ്ജിനി ചേച്ചിയാണ്. രഞ്ജിനി ആ ചോദ്യം ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരത്ത് പറഞ്ഞ് രഞ്ജിനി ചേച്ചിയാണ്. ഇനിയിപ്പോൾ റിയാസ് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിയാസ് ആണെന്ന് പറയും, മാരാണെന്ന് ചോദിച്ചാൽ മാരാണെന്ന് പറയും. അതിനകത്ത് ഓൾറെഡി ഈ പേപ്പറിനകത്ത് എഴുതി കൊടുത്തു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കുന്നൊരു പേപ്പർ ഉണ്ടല്ലോ, അത് പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം. അതിൽ പേളി മാണിന്നൊരു പേരാണ് എഴുതി കൊടുത്തതെന്ന് രഞ്ജിനി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അപ്പ കണ്ട ആൾക്കാരെ അപ്പ എന്ന് വിളിക്കുന്നൊരു പരിപാടിയാണ്. അതേപോലെ ഈ ജഡ്ജസിനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രയോജനം കിട്ടുന്ന പോലെ രഞ്ജിനി ചേച്ചിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മത്സരാർത്ഥി എന്നൊന്നും ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ ആ ഇരിക്കുന്ന ആൾക്കാരെ പൊട്ടം പറഞ്ഞല്ലോ. അപ്പോൾ ആ പരിപാടീസ് മണ്ടത്തരമാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ. അത് മുന്നോട്ടുള്ള ആൾക്കാർ ഇപ്പോൾ വർഷം തന്നെ അങ്ങനെ ഈ സൂചിപ്പിക്കുന്ന പരിപാടി അത് തുടക്കത്തിലെ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുമ്പോഴത്തേക്കും ഉടായിപ്പാണല്ലേ എന്ന് വെച്ചാൽ ഈ ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ ഉടായിപ്പാണെന്നൊരു തോന്നൽ തുടക്കത്തിലെ നമുക്ക് വരും. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കാതിരിക്കുക, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു കുളങ്കര പോലത്തെ ഒരു മത്സരമാണ്, ഇൻ ഔട്ട് ഗെയിമായിരുന്നു അത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് കണ്ടിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ കണ്ടിട്ടുള്ള ഗെയിം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തൊരു നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫസ്റ്റ് ഡേയിലെ ടാസ്കിൽ തന്നെ തോന്നിയത്. 3 ടാസ്കും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയായിരുന്നു. 3ാമത്തെ ടാസ്കും അങ്ങനെ തന്നെ. അതിനകത്ത് എനിക്ക് തോന്നുന്നു
പാർവതി എന്ന് പറയുന്നൊരു പെൺകുട്ടിക്കാണ് ആ ഒരു ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയത്. പിന്നെ ലാസ്റ്റ് ഗെയിമായിട്ട് വന്നത് ഒരു ബോൾ ഗ്ലാസ് ഇങ്ങനെ ബൗൺസ് ചെയ്യിപ്പിച്ച് ഗ്ലാസ്സിനകത്ത് ഇടുന്നൊരു പരിപാടി. അതും നമ്മൾ കണ്ടിട്ടുള്ള സാധനം തന്നെയാണ്. മാരാറിൻ്റെ ടീമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഷിജിൻ എന്ന് പറയുന്നൊരു പയ്യനാണ് അതിൻ്റെ വിൻ ചെയ്തത്. ഈ 3 ഗെയിം കഴിഞ്ഞു. 3 പേർക്ക് അവിടെ പെൻഡൻറ്റ് കിട്ടി. പെൻഡൻറ്റിൻ്റെ പവേഴ്സ് ഇൻഫിനിറ്റ് പവേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് അടുത്ത എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ അത് ബെറ്റർ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ വളരെ നോർമലായിട്ടാണ് ഈ പരിപാടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ ബഹളങ്ങളോ ആർഭാടങ്ങളോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകരിലേക്ക് ഇപ്പോഴും ഈ ഒരു ഷോയുടെ അഗ്നിപരീക്ഷ തുടങ്ങാൻ വേണ്ടി പോവുകയാണെന്നുള്ളൊരു ഓർമ്മയൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വൈഫും അമ്മയും പെങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെനിക്ക് ചോദിച്ചു, തുടങ്ങിയോ? ഞാൻ പറഞ്ഞാൽ തുടങ്ങി. ഇത് ബിഗ് ബോസ് അല്ല, അഗ്നിപരീക്ഷയാണ്. അഗ്നിപരീക്ഷയാണല്ല, അത് എന്തെങ്കിലും കണ്ടിരുന്നു, പക്ഷെ അത് അപ്പോൾ ആർക്കും അറിയില്ല. അതായത് മെജോറിറ്റിക്കും ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി വലിയ ബോധേഡല്ല എന്നുള്ളതാണ്. അപ്പം ടാസ്കും ഈ പരിപാടിയും കുറച്ചുകൂടെ ആൾക്കാർക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ആൾക്കാർക്ക് കാണാനായിട്ടുള്ളൊരു മടുപ്പുണ്ടാവും. അപ്പോൾ ഇത് ടാസ്ക് ബെറ്റർ ആക്കണം. ടാസ്ക് ബെറ്റർ ആക്കിയാൽ മാത്രമേ ഇത് ആൾക്കാർ കണ്ടിരിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ ബിഗ് ബോസിലുണ്ടായിരുന്ന മറ്റ് മത്സരാർത്ഥികൾ കൂടെ ഇതിലേക്ക് ഗസ്റ്റായിട്ടും ജഡ്ജസ് ആയിട്ടൊക്കെ, മെയിൻ ജഡ്ജസ് ആയിട്ടല്ല, ഗസ്റ്റ് ആയിട്ടുള്ള വേറെ ജഡ്ജസ് ആയിട്ടൊക്കെ വരും. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ രസം ഉണ്ടാവും. അവർ അത് വെച്ചൊക്കെ മാർക്കറ്റ് ചെയ്യും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ, സംഭവം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറാനുള്ള രീതിയിലൊന്നും ഇല്ല. അങ്ങനെയല്ല, ഒരു മിനിമലായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇനിയുള്ള ആവശ്യം. അങ്ങനെ പോട്ടെ, ആ ഷോ നന്നായിട്ട് പോട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ 2 കാര്യങ്ങളൊന്ന് ഓർത്ത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അതിനകത്ത് കമൻറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ എൻ്റെ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് വിയോജിപ്പായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാം, യോജിപ്പാണെങ്കിൽ അങ്ങനെ പറയാം. എനിവേ, എപ്പിസോഡുകൾ ഇനി വരുമ്പോഴത്തേക്കും ബെറ്റർ ആവട്ടെ.